പുതുവർഷത്തെ വരവേൽക്കാൻ ദുബായ് നഗരത്തിൽ വിപുലമായ ഒരുക്കങ്ങൾ തുടങ്ങി. ദുബായിലെ 40 കേന്ദ്രങ്ങളിലാണ് ഇത്തവണ വെടിക്കെട്ട് ഒരുക്കുന്നത്. സുരക്ഷ ഉറപ്പാക്കാൻ 10,000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരും 1,600-ലേറെ പട്രോളിംഗ് വാഹനങ്ങളും രംഗത്തുണ്ടാകും. ഡിസംബർ 31 വൈകുന്നേരം 4 മുതൽ ബുർജ് ഖലീഫ പരിസരത്തെ റോഡുകൾ അടച്ചു തുടങ്ങും. ബുർജുൽ അറബ്, അറ്റ്ലാന്റിസ്, പാം ജുമൈറ, ഐൻ ദുബായ്, ഗ്ലോബൽ വില്ലേജ്, ദുബായ് ഫ്രെയിം, എക്സ്പോ സിറ്റി, പിന്നെ ലോകം ഉറ്റുനോക്കുന്ന ബുർജ് ഖലീഫ എന്നിങ്ങനെ 40 കേന്ദ്രങ്ങളിൽ 43 വെടിക്കെട്ട് പ്രദർശനങ്ങളാണ് പുതുവർഷ രാവിൽ ദുബായ് നഗരത്തെ വർണ്ണാഭമാക്കുക. ഡിസംബർ 31 വൈകുന്നേരം 4 മുതൽ ബുർജ് ഖലീഫ പരിസരത്തേക്കുള്ള മുഴുവൻ റോഡുകളും അടയ്ക്കും. രാത്രി 11 മണിയോടെ ദുബായ് രാജവീതിയായ ഷെയ്ഖ് സായിദ് റോഡും അടക്കും. വൈകുന്നേരം 5 ബുർജ് ഖലീഫ ദുബായ് മാൾ മെട്രോ സ്റ്റേഷനും അടച്ചിടും. ആഘോഷവേദിയിലേക്കെത്താൻ സമീപത്തെ മറ്റ് മെട്രോ സ്റ്റേഷനുകളിൽ ഇറങ്ങാനാണ് ദുബായ് RTA നിർദ്ദേശം. സെൻട്രൽ പോയിന്റ്, ഇത്തിസലാത്ത്, നാഷണൽ പെയിൻസ്, ജുമൈറ, ഗോൾഫ് എസ്റ്റേറ്റ് തുടങ്ങിയ മെട്രോ സ്റ്റേഷനുകളുടെ പാർക്കിങ്ങിൽ വാഹനം നിർത്തിയിട്ട് മെട്രോയിൽ ആഘോഷവേദിയിലെത്തണം. ദുബായ് വാട്ടർ കനാലിന് കുറുകെയുള്ള കാൽനടപാതകൾ, അവിടേക്കുള്ള ലിഫ്റ്റുകൾ എന്നിവ പ്രവർത്തിപ്പിക്കില്ല. ദുബായ് മെട്രോ 43 മണിക്കൂർ തുടർച്ചയായി സർവീസ് നടത്തും. ഡിസംബർ 31 രാവിലെ 5 മുതൽ ജനുവരി 1 രാത്രി 12 വരെയാണ് മെട്രോ നിർത്താതെ സർവീസ് നടത്തുക. ദുബായ് ട്രാമും 43 മണിക്കൂർ യാത്രക്കാരെ കൊണ്ടുപോകും. അൽവാസൽ ക്ലബ്ബ്, അൽ കിഫാഫ് എന്നിവിടങ്ങളിൽ ബദൽ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തും. ഇവിടെ നിന്ന് ആഘോഷവേദിയിലേക്ക് പോകാനും വരാനും RTA സൗജന്യ ബസ് സർവീസ് ഉണ്ടാകും. ബുർജ് ഖലീഫ പരിസരത്തോട് ചേർന്ന് കിടക്കുന്ന ഷെയ്ഖ് സായിദ് റോഡ്, അൽ ഖൈൽ റോഡ്, അലൈൻ റോഡ്, ഊദ്മേത്ത റോഡ് എന്നിവിടങ്ങളിൽ വാഹനം നിർത്തിയിടുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുമെന്ന് RTA അറിയിച്ചു. പൊതുബസ്സുകൾ മാത്രമാണ് മെട്രോ സ്റ്റേഷനിൽ നിന്നും ടാക്സി പാർക്കിംഗ്, ബദൽ പാർക്കിംഗ് കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലേക്ക് അനുവദിക്കുക. അൽവാസൽ ക്ലബ്ബ്, അൽ കിഫാഫ് എന്നിവിടങ്ങളിലായിരിക്കും ടാക്സികളുടെ പാർക്കിംഗ്. ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാത്തവർ നേരത്തെ തന്നെ ബുർജ് ഖലീഫ പരിസരത്ത് നിന്ന് ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് മടങ്ങണം. ഇവർക്ക് അൽമുറൂജ് സിസ്വാട്ടൽ പരിസരത്ത് നിന്ന് ബദൽ പാർക്കിംഗ് കേന്ദ്രങ്ങളിലേക്ക് സൗജന്യ ബസ് സർവീസ് ഉണ്ടാകും. മീഡിയ 1 ദുബായ്.